ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വ്യത്യസ്തമായ അതിമനോഹരമായ ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കടലിന് വ്യത്യസ്തമായ പല ഭാവങ്ങളും രൂപങ്ങളും ഒക്കെയുണ്ട്. ആദ്യമായി പറയട്ടെ, ഈ ബീച്ച് ഇടയ്ക്കിടെ നിറം മാറിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടെ കടൽ ഉള്ളിലേക്ക് വലിയും, എന്നിട്ട് ഓടി തീരത്ത് വരും. നിങ്ങൾക്കും ഈ കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെയും സത്യമാണെന്ന് തോന്നും. കടൽ തിര തീരത്തുള്ള പാറക്കല്ലിൽ തട്ടി ഓടി വന്ന് കടൽ തീരത്തേക്ക് അണയുന്നത് കാണാം. എന്ത് മനോഹരമായ കാഴ്ചയാണെന്നോ! ഇത്രയും വ്യത്യസ്തതയാർന്ന ഒരു കടൽ ഞാൻ ആദ്യമായി കാണുകയാണ്. ഇപ്പോൾ ഈ കടൽ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുകയാണ്. ഭയങ്കരമായ തിരമാലകൾ വന്ന് ആ പാറക്കല്ലിൽ തട്ടി പിന്നെ വീണ്ടും പുറകോട്ട് ഓടി ഒളിക്കുന്ന കാഴ്ച കാണാം. ഇപ്പോൾ സന്ധ്യയാണ് ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തീരത്ത് ഇങ്ങനെ കടൽ വീക്ഷിക്കാൻ വരുന്നുണ്ട്. കടൽ കരയിലാണ് ഈ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇത്തരം വിശേഷണങ്ങൾ മറ്റു കൂട്ടുകാർ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറേ കാലമായി ഈ കടൽ തീരത്ത് വരാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഈ കടൽ തീരത്തിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ തപ്പിയാൽ കാണാം. ഇതിപ്പോൾ മഴക്കാലമാണല്ലോ, അതുകൊണ്ടാണ് മഴക്കാലം മാത്രമല്ല ഇപ്പോൾ സന്ധ്യാസമയവും. അതുകൊണ്ടാണ് ഈ തിരകളും കടലും പിന്നെ കാർമേഘങ്ങളും ഒക്കെയുള്ള ഒരു സമയത്തായതുകൊണ്ടാണ് ഈ വെള്ളത്തിന് ഈ നിറം. ഈ കടലിന് വേറൊരു കളറും ഉണ്ടാവാറുണ്ട്. എപ്പോഴാണെന്നോ, ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇവിടെ ഈ തിര അടിച്ചു കൊണ്ടുപോയ മണൽത്തരികൾ ഇവിടെ തന്നെ തിരിച്ചു വരും. അപ്പോൾ ഈ കടലിന് ഒരു അഭൗമ സൗന്ദര്യം ഉണ്ടാകാറുണ്ട്. നീല നിറത്തിൽ, ഒരു പ്രത്യേക തരം നിറത്തിൽ, അത്രയും ഭംഗിയാണ് ഇവിടെ. ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു, പക്ഷേ എനിക്ക് ഇപ്പോഴാണ് വരാൻ അവസരം കിട്ടിയത്. ഈ കടലിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ബീച്ചിൻ്റെ പേര് ഏഴര കടപ്പുറം എന്നാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഭംഗിയുള്ള റിസോർട്ടുകളും പിന്നെ ഹാർബറുകളും ഒക്കെ ഈ പ്രദേശത്തുണ്ട്. ഈ പ്രദേശം ഏതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? കണ്ണൂരിനടുത്തുള്ള തോട്ടട എന്ന സ്ഥലത്ത് ബസ് ഇറങ്ങിയാൽ അതിനൊരു 3 കിലോമീറ്റർ ദൂരെയാണ് ഈ കടപ്പുറം സ്ഥിതി ചെയ്യുന്നത്. വണ്ടിയില്ലാത്തവർക്ക് ബസ്സിൽ വന്നിറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ ഇവിടെ എളുപ്പത്തിൽ എത്താം. കടൽ നോക്കി നോക്കി നിൽക്കെ കടലിൽ പെട്ടെന്ന് നിറം മാറുന്നത് കാണാം. കുസൃതി കുട്ടികളെ പോലെയാണ് ഈ തീരത്ത് അണയുന്ന തിരകളെല്ലാം. ചിലപ്പോൾ ഓടി ബഹളമാക്കി വരും, പിന്നെ ആ പാറക്കെട്ടിൽ തല്ലി ഓടി ഒളിക്കും. വികൃതി കുട്ടികളായ ഈ തിരകൾ, അവരുടെ വികൃതികൾ കാണാൻ എന്ത് രസമാണെന്നോ! നമ്മളിങ്ങനെ നോക്കി നിന്നു പോകും. ആകാശത്തിപ്പോൾ ചന്ദ്രൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ കാർമേഘം ചന്ദ്രനെ മറക്കുന്നത് കൊണ്ട് ഒരു ഇരുട്ടിൻ്റെ ഒരു പാളി കാണാം. നമുക്ക് ഈ കടൽ തീരം, ഇവിടെ നിന്ന് ഈ സുന്ദരമായ കടൽ തിരകളും പിന്നെ ചിലരൊക്കെ മത്സ്യം പിടിക്കുന്നതും ഒക്കെ കാണാം. നമുക്ക് ഈ തീരത്തിൻ്റെ ഭംഗിയാർന്ന ശബ്ദം, ശരിക്കും കടൽ തിരകൾ
അടിച്ചു വരുന്ന ശബ്ദം മനോഹരമാണ്. നമുക്ക് കാണാം. കടലിൻ്റെ ഇരമ്പൽ എന്ത് മനോഹരമാണല്ലേ സുഹൃത്തുക്കളെ. നിങ്ങളിത് ഈ കടലിൻ്റെ ഈ ഇരമ്പൽ കുറച്ചു നേരം ആസ്വദിക്കൂ. ഒരു ബഹളത്തിന് ശേഷം കടൽ ഉള്ളിലേക്ക് വലിഞ്ഞു. ഇപ്പോൾ ഒരു അമ്മ കുട്ടികളെ കളിക്കുമ്പോൾ തിരിച്ചു വിളിക്കുന്നത് പോലെ അവർ കുറച്ചു നേരം ശാന്തമായി ഇങ്ങനെ പാറക്കെട്ടിലൊക്കെ തല്ലി കളിച്ചു. പെട്ടെന്ന് അവർ ഉള്ളിലേക്ക് വലിഞ്ഞു. ഇപ്പോൾ വീണ്ടും കടൽ തീരത്തേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ കടലിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അസ്തമയത്തിൻ്റെ നിറം ആകാശത്തിന് ഉണ്ട്. മഴക്കാറുള്ളത് കൊണ്ട് അത്രയും ചുവപ്പ് നിറം ആയിട്ടില്ല. നമ്മൾ ഒരു വിളക്ക് ആളിക്കത്താറില്ലേ, അത് കെടുന്നതിന് മുമ്പ്, അതുപോലെ അസ്തമയത്തിന് മുമ്പേ ഉള്ള കടലാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, നിറമൊക്കെ മാറി മാറി വരുന്ന ഒരു കടൽ തീരം കൂടിയാണ് ഈ ഏഴര കടപ്പുറം. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി പാടിയിട്ടുണ്ടല്ലോ. അതുപോലെ ഇപ്പോൾ സന്ധ്യ ചുവന്ന് തൊടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, നിറം മാറി മാറി വരികയാണ്. ചുവപ്പും നീലയും മാറി മാറിയാണ് ഇപ്പോൾ ഈ കടലും ആകാശവും കടൽ തീരവും. കുറച്ച് സമയം നമുക്ക് ഈ സുന്ദരമായ ഈ സന്ധ്യയുടെ ഭംഗി ആസ്വദിക്കാം. ഈ നിശബ്ദ സുന്ദര സായാഹ്നം പ്രിയപ്പെട്ട ആരെയോ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ കടൽ ഇനി നീല നിറമാകാൻ പോവുകയാണ്. കണ്ടോ? നീല നിറത്തിലും ചുവന്ന ആകാശവും തരളിതമായ കടൽ തിരകളും. അങ്ങനെ എന്ത് ഭംഗിയാണെന്നോ. നിങ്ങൾ ഇവിടെ ഈ സമയം കടന്നു പോകുമല്ലോ എന്ന് നമ്മൾ ദുഃഖിക്കും. അത്രയും മനോഹരമായ ഒരു കടൽ തീരം. ഇപ്പോൾ കടൽ മുകളിലേക്ക്, അതായത് തീരത്തിലേക്ക് ഒരുപാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് സൂചന തന്നുകൊണ്ടിരിക്കുകയാണ് വേഗം കടൽ തീരം വിട്ട് പോകാൻ. കടൽ അങ്ങനെ ചെറുതായി ചെറുതായി മുമ്പോട്ടേക്ക് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇനി കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല.
തിരമാലകൾക്ക് ശക്തി കൂടി വരികയാണ്. ഇപ്പോൾ ദൂരെയുള്ള ബോട്ടുകളുടെയൊക്കെ ലൈറ്റ് കാണാൻ തുടങ്ങിയിരിക്കുന്നു. അതെ, ഇനി ഇത്രയും വേഗം ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. രാത്രി നിന്നാൽ പ്രശ്നമാകും. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ കടലിൻ്റെ ശാന്തതയും രൗദ്രതയും പല നിറങ്ങളുടെ മാറ്റങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള മറ്റുള്ള വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.